ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ച മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് അഭിനന്ദന പ്രവാഹമാണ്. രാഷ്ട്രീയ, സിനിമ, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രമുഖരെല്ലാം അദ്ദേഹത്തിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മമ്മൂട്ടിയും ലാലിനെ അഭിനന്ദിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. യഥാർത്ഥ കലാകാരന് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയതിൽ അഭിമാനവും സന്തോഷവും എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം മോഹൻലാലിന്റെ പുരസ്കാര നേട്ടം ആഘോഷിക്കപ്പെടുമ്പോഴും തുടർച്ചയായ പ്രധാന പുരസ്കാരിൽ നിന്ന് മമ്മൂട്ടിയെ തഴയപ്പെടുന്നത് വീണ്ടും ചർച്ചയാക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. മോഹൻലാലിനെ പോലെ തന്നെ മമ്മൂട്ടിയും ഈ പുരസ്കാരങ്ങൾക്ക് അർഹനല്ലേ എന്ന ചോദ്യവുമായാണ് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മലയാളികൾ ചോദിക്കുന്നത്. നിരവധി പേരാണ് കടുത്ത അമർഷവും നിരാശയും പങ്കുവെക്കുന്നതും. ചില കമന്റുകൾ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഇക്ക, കഴിഞ്ഞ കുറേ ദശാംശങ്ങളായി അംഗീകാരങ്ങളുടെ കാര്യത്തിൽ താങ്കളോട് വിവേചനം നേരിടുന്നത് സങ്കടകരമാണ്. രാഷ്ട്രീയ പക്ഷപാതമാണ് ഇതിന് പിന്നിലെന്ന് അറിയാം. മോഹൻലാലിന് ഒട്ടും താഴെയല്ല താങ്കളുടെ സ്ഥാനം. എന്നാൽ ചിലർ അദ്ദേഹത്തിന്റെ താഴെയാണ് താങ്കളെ കാണേണ്ടതെന്ന് ചിന്തിക്കുന്നു. അധികാരപ്പെട്ടവർ താങ്കളെ അവഗണിച്ചാലും സർവശക്തരായ ദൈവത്തിന് മുന്നിൽ സത്യം മറച്ചുവെക്കാനില്ല. താങ്കളുടെ അഭിനയ ജീവിതത്തിലെ അർപ്പണബോധത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം ഇതിനോടകം ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേസമയം മോഹൻലാൽ എന്ന മഹാനായ കലാകാരന്റെ സംഭാവനകളെയും അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളെ അഭിനന്ദിക്കാനും ഈ അവസരം ഉപയോഗിക്കട്ടെ. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊരാൾ കമന്റിൽ കുറിച്ചു. അർഹതപ്പെട്ട എത്ര അവാർഡുകളാണ് നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയം കാരണം നിഷേധിക്കപ്പെടുന്നത് എന്നായിരുന്നു മറ്റൊരു കമന്റ്. നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിയോ അവാർഡുകളോ കിട്ടിയതല്ല, ഇപ്പോഴത്തെ ബി.ജെ.പി. സർക്കാർ ഉള്ളിടത്തോളം തഴയപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ പേരും രാഷ്ട്രീയം പിന്നെ സംഘികളെ പ്രണയീകരിക്കാൻ നിൽക്കുകയും വേണം. നിങ്ങൾക്കുള്ള ബഹുമതി ജനങ്ങളുടെ മനസ്സിൽ എത്രയോ പ്രാവശ്യം തന്നു കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ മോഹൻലാലിന്, താങ്കളും അർഹതപ്പെട്ട ആയതുകൊണ്ട് തന്നെ. മോഹൻലാലിന് കിട്ടേണ്ട അവാർഡുകളും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡുകൾ, പത്മ എക്സെട്ര കൂടാതെ കിട്ടാൻ ഒരു അർഹത ഇല്ലാത്ത അവാർഡുകളും മുരുകൻ, മുന്തിരിവള്ളി എക്സെട്ര എല്ലാം തന്നെ സംഘപരിവാർ ഗവൺമെന്റിന്റെ കാലത്ത് ഒട്ടും വൈകാതെ എത്തുന്നു. അതേസമയം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റുള്ളവർ മരിച്ച് അഭിനയിച്ചിട്ടും സിനിമ അവാർഡിലേക്കോ പത്മ അവാർഡിലേക്കോ പരിസരത്ത് പോലും അടുക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളും സംഘപരിവാർ ഒഴികെയുള്ള രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകന്മാരും ഒന്നിച്ചു വാദിച്ചിട്ടും ഫലം പൂജ്യം. നോമിനേഷൻ അയക്കാൻ എന്ന് മാത്രം. അവാർഡ് നേടിയ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ. ഈ പുരസ്കാരം നിങ്ങൾ രണ്ടുപേരും അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പരിശ്രമങ്ങൾ തുല്യമാണ്. ഇങ്ങനെ പോകുന്ന കമന്റുകൾ. പത്മ പുരസ്കാരങ്ങളിൽ നിന്ന് മമ്മൂട്ടി തഴയപ്പെടുന്ന വികാരം നേരത്തെ തന്നെ ഇവിടെ ചർച്ചയായിരുന്നു. 1998 മമ്മൂട്ടിക്ക് ആദ്യ പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. ഇതിനുശേഷം പലവട്ടം അദ്ദേഹത്തിന്റെ പേര് പത്മഭൂഷൺ, പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണയ്ക്ക് വന്നെങ്കിലും അവസാനം തഴയപ്പെട്ടു. മമ്മൂട്ടി നിരന്തരം തഴയുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയവും സാമൂഹികപരമായ കാരണങ്ങളാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും അഭിപ്രായപ്പെടുന്നു. കേരളം പലപ്പോഴായി മമ്മൂട്ടിയുടെ പേര് നിർദ്ദേശിച്ചിട്ട് പോലും തഴയപ്പെട്ടു എന്ന് മുൻപ് ജോൺ ബ്രിട്ടാസ് എം.പിയും ആരോപിച്ചിരുന്നു.